ഇന്ന് നമുക്ക് ജപ്പാനിലൊരു നൈറ്റ് ലൈഫ് കണ്ടാലോ? രാത്രിത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും വലിയ സ്റ്റൈലിലൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല തണുപ്പാണ് കേട്ടോ. കുട എപ്പോഴും ഒന്ന് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഉച്ചവരെ വലിയ കുഴപ്പമില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയും തണുപ്പും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ആക്ച്വലി ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആ ക്ലീൻലിനെസ്സിനൊരു പ്രത്യേകത തന്നെ ഉണ്ട്. എവിടെയും കച്ചറ ഡബ്ബ എന്ന് പറയുന്ന സംഭവമേ കാണില്ല. എന്തെങ്കിലും നമ്മളൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കവറിലാക്കി തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് വേണം അതിടാൻ. അതാണ് അവിടുത്തെ ഒരവസ്ഥ. എന്നിട്ടും ഇത്രയും ക്ലീൻ എന്ന് പറയുന്നത് അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അവിടെ അടുത്ത് 2-3 മിനിറ്റ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറേ ഇങ്ങനത്തെ സ്റ്റേഷൻസും ഇങ്ങനത്തെ ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ സെൻറ്ററിൽ വന്നിക്കുക. ഇത്രയും അധികം ട്രൈപോഡുകൾ ഒന്നിച്ച് കണ്ട സന്തോഷത്തിലാണ് രമേശേട്ടൻ. ക്യാമറകളാണെങ്കിലും ഒരുപാട് ക്യാമറ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങാത്ത മോഡലുകളൊക്കെ ഇതാ ഇവിടെ ലേറ്റസ്റ്റ് മോഡൽസ് ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ നോക്കിക്കഴിഞ്ഞ് പിന്നെ നമ്മളടുത്തത് ഫുഡ് മാച്ചയാണല്ലോ അവിടുത്തെ. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര വലിയൊരു ഇഷ്ടമായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. എല്ലാത്തിലും മാച്ചുണ്ട്. കിറ്റ് കാറ്റ് വരെ മാച്ചയുടെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ സ്ട്രോബെറി ഒക്കെ ഉള്ള ഈ ഒരു ക്രീപ്പ് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഫുഡികൾക്ക് അത്യാവശ്യം ഫുഡ് ഷോപ്പിംഗ് ഫുഡ് ഇതാണ് അവിടുത്തെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ സ്ഥലത്തുനിന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികവും പോർക്കായിരിക്കും. ചിക്കൻ ആണെങ്കിൽ മാത്രമേ അവർ ചിക്കൻ എഴുതിയിട്ടുണ്ടാവും. എഴുതാത്തതിലോ ത്തിൻ്റെ ഉള്ളിൽ പോർക്കായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കി പോർക്കല്ല എന്നുണ്ടെങ്കിൽ പോർക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചവിടെ തന്നെ വെക്കും. മിക്കതും പോർക്കായിരിക്കും കേട്ടോ. പോർക്കായിരിക്കും എന്നല്ല പോർക്കായിരിക്കും. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 7-Eleven ഇതാണ് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുള്ളൂ. രാത്രി ഡിന്നറൊക്കെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തരും. ഡിന്നർ ആകുമ്പോൾ എന്നും 7-Eleven കഴിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു ഫീൽ മിസ് ചെയ്യുന്നു എന്ന് തോന്നുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിതേ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ.